സർവീശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യബുദ്ധിയെ നമസ്കരിച്ചുകൊണ്ട് വേദിയിലും സഹസ്രിക്കുന്ന ആക്രമണത്തിൽ നമ്മുടെ പൗർണമിക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയും വ്രതമെടുക്കുകയും ദീപവും കുമ്പും എല്ലാം എടുക്കുന്ന ഒരറിവ് നമുക്ക്. പക്ഷെ അത് എന്തിനു വേണ്ടി എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ചോദിച്ചാൽ പലവർക്കും ആ അറിവ് കുറവാണ്. കാരണം ഒരു കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സമർപ്പണമാണ് ദീപം, ഇല്ലെങ്കിൽ കുംഭപ്രവേശം. അപ്പോൾ ഇന്നലെ തുടങ്ങുന്ന ആ കർമ്മത്തിൻ്റെ വശം ഇന്ന് രാവിലെ ഗുരുവാണി വായിച്ചപ്പോൾ അതിൽ വളരെ വ്യക്തമായി ഗുരു പറയുന്നുണ്ട്, തലേ ദിവസം ഒരു നേരത്തെ ആഹാരം കഴിച്ച് അല്ലെങ്കിൽ ഒരിക്കലൂണ് കഴിച്ച് വ്രതമെടുത്ത് മത്സ്യമാംസാദികൾ കഴിക്കാതെ അത് സൂക്ഷിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഇതേപോലത്തെ വ്രതത്തോടുകൂടി രാവിലത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അന്നേ ദിവസത്തെ എല്ലാ ആരാധനകളും പങ്കെടുത്തുകൊണ്ട് ഉച്ചത്തെ ഊണ് ഒഴിവാക്കി 5 മിനിറ്റ് ആരാധനയ്ക്ക് ശേഷം ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടും രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു പൗർണമിയുടെ കർമ്മമാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത്. അത് നമുക്ക് ഗുരുവിന് ഓരോ ഘട്ടമായിട്ടാണ് പറഞ്ഞത്. ആദ്യകാലങ്ങളിൽ ഈ പൗർണമിയുടെ മഹിമ എന്താണെന്നോ അതിൻ്റെ വലിപ്പം എന്താണെന്നോ പലവർക്കും നമുക്കും അറിയില്ല. കാരണം നമ്മൾ കർത്തവാവിനാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തവർ. നിങ്ങൾക്കറിയാം, കർക്കിടക മാസത്തിലെ കർത്തവാവ് ഈ തുലാമാസത്തിലെ കർത്തവാവും വളരെ പ്രാധാന്യമുള്ളതാണ്. അതാണ് ദീപാവലി എന്നൊക്കെ പറയും. ആ കർത്തവാവിനെ നമ്മൾ വെളിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? കാരണം ഗുരു പറഞ്ഞത്, ഒരു ഇരുട്ട റൂമിൽ നിനക്ക് ആഹാരം ഉളമ്പി വെച്ചാൽ നീ എങ്ങനെ പോയി കഴിക്കും? കൂരിട്ടുള്ള റൂമാണ്, അതിന് നല്ല ഇലയിട്ടിട്ട് ചോറുളമ്പി വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ആ ഇലയുടെ സ്ഥലത്ത് എത്താൻ പറ്റും? ഇതുപോലെ നമ്മൾ ഈ കർത്തവാവ് ദിവസം വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതിൻ്റെ കർമ്മം കിട്ടില്ല. കാരണം ഈ അറിവ് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള. അതാണ് ഗുരു പറഞ്ഞത്, നമ്മുടെ പൃഥ്വിരാശി ശുദ്ധമല്ലെങ്കിൽ നനച്ചിരിക്കാൻ പറ്റാത്ത ദോഷങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും നിങ്ങൾക്ക് വന്നു ചെയ്യും. നമുക്കറിയാം, ചില സമയങ്ങളിൽ നമുക്ക് ഭ്രാന്ത് പോലെ ആവുന്ന ചില കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. വേറെ ചിലവരെ പൂർണ്ണമായിട്ടും ഒരു ഏജ് എത്തുമ്പോൾ അവരുടെ മനസ്സ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നത് കാണാൻ പറ്റും. ചിലവർ മദ്യപാനികളായി മാറും. ചില സ്ത്രീകൾ കുടുംബം തന്നെ ഉപേക്ഷിച്ച് മാറിക്കും. ഇതെല്ലാം അവരവരുടെ ഋതുക്കളിൽ നിന്ന് വരുന്ന ദോഷം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതേപോലെ തന്നെയാണ് പല രോഗങ്ങളും നമ്മുടെ വീട്ടിൽ കയറി വരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ കടം കയറി വരും. എങ്ങനെ വന്നു ചോദിച്ചാൽ, ഇന്ന് രാവിലെ വന്ന അദ്ദേഹം പറഞ്ഞു തന്നെയാണ്, എനിക്ക് എങ്ങനെയാണ് സ്വാമി കടം വന്നത്? അദ്ദേഹം ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു, രസ്തും പിടിയുന്നുണ്ട്. അപ്പൊ അതിൻ്റെ എല്ലാം കാര്യകാരണം ഗുരു പറഞ്ഞു തരും. നമ്മുടെ മുൻ ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള എന്തെല്ലാം ദോഷങ്ങളുണ്ടോ അത് നമ്മുടെ കുടുംബത്തിലും ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പലവരും നമ്മുടെ സ്വാമിയും ഗുരുസ്വാമി സ്വാമിയൊക്കെ വന്ന് പറഞ്ഞപ്പോഴും പലവർക്കും നമ്മുടെ വീട്ടിൽ നേർത്തെണീക്കാൻ പറ്റുന്നുണ്ട്. അത് അമ്മമാരായാലും ശരി, കുട്ടികളായാലും ശരി. ഇതിൻ്റെ എല്ലാം കാരണം ഇവിടെ കിടക്കുകയാണ്. ഇതിനെ ഗുരു പറഞ്ഞത്, ഇതിനെ മാറ്റണമെങ്കിൽ ഈ പൃഥ്വിരാശി നിൽക്കുന്ന രാശി കണക്കിനൊരു മാറ്റം വരും. ഇത് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിലും അല്ലെങ്കിൽ ഭൂമിയുടെ ആകാശത്തിലും ചന്ദ്രന്റെ ആകാശത്തിനും ഇടയിൽ കടക്കുന്ന ഈ പൃഥ്വിലോകം എന്ന് പറയുന്ന ഗതികേട് അല്ലെങ്കിൽ
നമ്മുടെ എന്തിനെ ആരാധിച്ചോ അതിൻ്റെ കീഴിൽ ചെന്ന് പെട്ടു നിൽക്കുന്ന നമ്മുടെ പിതൃക്കൾ അവിടെ നിന്ന് അലഞ്ഞാൽ നമ്മളും പെടും. അവരവിടെ കിടന്ന് ബുദ്ധിമുട്ടിയാൽ നമുക്കും ബുദ്ധിമുട്ടാണ്. അതാണ് ഒരിക്കൽ ഞങ്ങളുടെ കൂടെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരാൾ വരിക, തീരെ നടക്കാൻ വയ്യ. അയാൾ 2 മുട്ടും ഈ ജോയിൻസ് ഒക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അയാൾ നമ്മുടെ കൂടെ വരികയാണ്. അദ്ദേഹം നമ്മുടെ പ്രാർത്ഥനാലയത്തിൻ്റെ നിങ്ങൾക്ക് പണ്ടാലും നേരിട്ട് നമ്മൾ കയറും. കാല് കഴിഞ്ഞ ഇന്ന് കാണുന്ന അതല്ല, അതുകൂടെ നേരിട്ട് നമ്മൾ കയറും. അത് കയറി വരുമ്പോൾ തന്നെ ഒരു പർണശാലയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഇവിടുന്ന് പോകുമ്പോൾ നല്ലോണം നടന്നിട്ടേ പോകുള്ളൂ. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹത്തിന്റെ ആരാധനാമൂർത്തിയുടെയും അയാളുടെ പിതൃക്കളുടെയും കർമ്മം കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നിട്ടുള്ള ആ ഒരു വായുവിൻ്റെ ഒരു പിടുത്തമാണ് ആ ശരീരം മുഴുവൻ വേദനയേറ്റാൽ സഹിക്കുന്നത്. ഇദ്ദേഹം ആ പ്രാർത്ഥനയിൽ നമസ്കരിക്കുന്നു. കുറച്ച് കഴിഞ്ഞുകൊണ്ട് ഗുരു വിളിക്കുന്നു എന്ന് പറയുകയും ഗുരുവിൻ്റെ അടുത്ത് പോയപ്പോൾ എന്താണ് വിഷമമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നുന്ന കാര്യങ്ങളാണ്. അതൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ ഭസ്മം ഒന്ന് ദേഹത്തെ കൊണ്ട് ഇട്ടിട്ട് തീർത്ഥം ഒന്ന് കുടിക്കാം. അവിടെ തന്നെ ആ പ്രശ്നം മനസ്സിലായി. ഇപ്പോഴുണ്ട് അദ്ദേഹം. പിന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദേശത്തിലും ഇതുപോലത്തെ പല പ്രശ്നങ്ങളും നല്ലതും ചീത്തയുമായി നിൽക്കുക. ഇത് മാറിക്കിട്ടാൻ അതിന് പറ്റിയൊരു സമയം എന്താണെന്ന് ചോദിച്ചാൽ അത് പൗർണമിയാണ്. കാരണം ഈ ഭൂമിയുടെ ആകാശവും ചന്ദ്രന്റെ ആകാശവും സൂര്യന്റെ ഈ വരുന്ന ആകാശത്തിന്റെ കണക്കിൽ ഇവ നേരത്തേക്ക് വരുന്ന സമയമാണ്. അത് ഈ നിരീശ്വരവാദികൾ ചോദിക്കുന്നവർ അമേരിക്കക്കാരൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അമേരിക്കയിൽ എന്നാണോ ചന്ദ്രൻ ഇങ്ങനെ പൂർണ്ണമായിട്ടാണ് അന്ന് നോക്കുക. ഇവിടെ ഒരു നിരീശ്വരവാദി എന്നോട് ചോദിച്ചു, ഇവിടെ പൗർണമി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കക്കാരൻ എന്ത് ചെയ്യുന്നു, കന്നഡക്കാരൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു, മെക്സിക്കോക്കാരൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു. വളരെ വ്യക്തമായ മറുപടിയാണ് ഗുരു തന്നിരിക്കുന്നത്. എവിടെയാണോ ഈ ചന്ദ്രന്റെ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾ കാണുന്നത് അവിടെയാണ് അതിൻ്റെ ആകർഷണവും അതിൻ്റെ വികർഷണവും നടക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ജീവിതത്തിൻ്റെ കർമ്മം ചെയ്താൽ അതിന് ഗുണം നമുക്ക് കിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇന്ന് കടലിൽ പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് കടലിൽ പോകുന്നു. എന്താ കാരണം? കടലിൽ നിന്ന് പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് കൂടു പറയാൻ കാരണം വേരിയേറ്റം വെള്ളത്തിൻ്റെ 90% അല്ലെങ്കിൽ 98% വെള്ളം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. ആകാശത്തിന് ഭാഗമാണ്. അതുകൊണ്ടാണ് ഇന്ന് വൈകുള്ളവർ ശ്രദ്ധിക്കണം പറയും, അല്ലേ? ഭ്രാന്തുള്ളവർ ശ്രദ്ധിക്കാൻ പറയും, മാനസിക രോഗമുള്ളവരൊന്നും ശ്രദ്ധിച്ചോളാം. അതേപോലെ ഒരു കുരുക്ക് രക്ഷപ്പെടാനുള്ളൊരു കുരുക്കൂര് പറഞ്ഞത്, കടം കയറി നിൽക്കുന്നവർ ഇന്നൊരു ചെറിയ തുക കൊണ്ട് കടം വീട്ടാണ്. ചെറിയ തുക. എന്താ കാരണം? അന്ന് ചിരിക്കാറില്ല, പലർക്കും അനുഭവം. എന്താ കാരണം? അതായത് ഈ അന്തരീക്ഷത്തിൻ്റെ ഒരു മഹിമയാണ് ആ സമയത്ത്. അപ്പോൾ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ മഹിമയിൽ അല്ലെങ്കിൽ ആ ഊർജം കൊണ്ട് ഈ പറയുന്ന ജീവന്റെ ന്യൂട്രോൺസുകൾ ചന്ദ്രപ്രകാശത്തിൽ തട്ടി ചന്ദ്രന്റെ മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് പരിണാമപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഓരോ ജീവൻ ഇങ്ങനെ നിൽക്കുന്ന ജീവൻ ഏതൊന്നിനെ ആരാധിച്ച് തെറ്റിയോ അത് തെറ്റി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ എന്തിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പഠിച്ചാലും നമ്മളെ എന്താണ് MSc ഡോക്ടറേറ്റ് ഒക്കെ എടുക്കും, +2 വരും. അതുകൊണ്ടാണ് അവരോട് ഞാൻ പറഞ്ഞത്, ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ പോകാതെ നിൽക്കണം. കാരണം നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഇപ്പം അമ്മ പറഞ്ഞ അനുഭവമാണ്, നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾക്ക് നിങ്ങളിൽ ഒരു ശരി തോന്നണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്ത് അറിവ് പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ഒരു ശരി തോന്നില്ല.
എന്തിനും. ഇപ്പം നമ്മളൊരു ഒരു അദ്ദേഹം പറഞ്ഞ ഒരു കാർ നേരാക്കം കൊണ്ടുപോയാലും അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു. നമ്മുടെ ജീവന് ആ അർത്ഥമില്ലെങ്കിൽ ഡോക്ടർക്ക് അത് മനസ്സിലാവില്ല. ഡോക്ടർ ഒരു 50 ടെസ്റ്റ് ചെയ്ത് ഇതിലേതെങ്കിലും ഒന്ന് ശരിയാവും നോക്കട്ടെ, ബ്ലഡ് ടെസ്റ്റ്, ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്. എന്താ കാരണം? നമ്മുടെ ജീവനെ ആ ഒരു ധർമ്മത്തിൽ വളരാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ശ്യാം ഡോക്ടർ എന്ന് പറയുന്ന നമ്മുടെ ആത്മബന്ധു, നമുക്ക് എല്ലാവരും അറിയാം, അദ്ദേഹത്തിന് അറിയാത്തവരാരും ഉണ്ടാകും. അദ്ദേഹം പറയും 200 പേര് എൻ്റെ ടോക്കൺ എടുത്തിരിക്കുമ്പോൾ അതിൽ ഗുരുവിശ്വാസികളെ ഞാൻ പെട്ടെന്ന് തിരിച്ചറിയും. എന്തുകൊണ്ടാണ്? അവരുടെ ആ മുഖത്ത് കാണുന്ന പ്രകാശം എനിക്ക് തിരിച്ചറിയാൻ. അവർ പക്ഷേ വെള്ളം വെള്ളിട്ടൊന്നല്ല അവിടെ ഇരിക്കും. ഹോസ്പിറ്റലിൽ, ശങ്കർ ഹോസ്പിറ്റലിൽ ചുരിദാറിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീൻസ് പാൻറ് ഇട്ടിരിക്കുന്ന നമ്മളെ ഒരാളെ തിരിച്ചറിയുന്നത് ആ പ്രകാശത്തിൻ്റെ കണക്കിലാണ്. അതിന് കാരണം ഇവർ പറയുന്നത്, നിങ്ങൾ ഈ പൗർണമിക്കും ഇതുപോലത്തെ വിശേഷ ദിവസങ്ങളിൽ നിങ്ങൾ മറ്റ് തിരക്കുകൾ പറയാതെ നിൽക്കണം. എന്താ പറയുക? സന്ധ്യാമിക്കുന്ന 1000 ഫോൺ വരും, അവർ പോകുന്നില്ല. എന്താ കാരണം? അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അവർ പഠിച്ചതുകൊണ്ട്. അവരൊരു സബ് എഞ്ചിനീയറാണ്, എയുടെ ലെവലിൽ ഇരിക്കുന്നവരാണ്, അവർക്ക് ഒരു ഡിവിഷൻ മുഴുവൻ അവർ നോക്കണം. നമ്മളില്ലാത്തതാണ്. കാരണം എന്താ? നമ്മളിവിടെ നന്മയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും ദൈവം നോക്കും. നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഇത്രയുണ്ടായിരുന്നു. അത് ഈ പൗർണമിയുടെ മഹിമയിൽ നമ്മുടെ പിതൃക്കൾക്ക് വെളിച്ചത്തിൽ ഇരുത്തിക്കൊണ്ട് ആഹാരം കൊടുക്കുന്നത് പോലെയാണ് നമ്മളിവിടെ വന്ന് ആരാധനയും പ്രാർത്ഥനയൊക്കെ ചെയ്യും. അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലെ ഗതികേടുകൾ ഓരോന്നോരോന്ന് മാറും. ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്തൊരു ഗതികേടാണ്. ഏത് വീട് നോക്കിയാലും അച്ഛനും അമ്മയും ഭാര്യയും ഞാനും മക്കളുമായിട്ടുള്ള ബന്ധം വളരെ പ്രയാസം. 289 വീട്ടിൽ പോയപ്പോഴും ആ പ്രയാസം വളരെ വലുതാണ്. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സിവിൽ എഞ്ചിനീയർമാർക്ക് നല്ല കാലമാണ്. കല്യാണം കഴിഞ്ഞ് താലി കയറുമ്പോൾ തന്നെ വേറെ അവിടെ അച്ഛനും അമ്മയൊന്നും അല്ല, അച്ഛനമ്മമാർക്കും അങ്ങനെയാണ്. അവരും അങ്ങനെ വിചാരിക്കും, ആ വർഷം അങ്ങോട്ട് പോയാൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ച ശനിയാഴ്ച അങ്ങോട്ട് പോയാൽ. കാരണം നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഗതികേട് നമുക്കൊക്കെ. അല്ലെങ്കിൽ സഹനശക്തി ഒരു 85 സ്ത്രീകളിൽ നിന്ന് പോയി. 80-85 കാലം തൊട്ട് തന്നെ ഇത് കണ്ടുവരും. അവിടെ ഞാനും ഭർത്താവും എൻ്റെ മക്കളും എന്ന രീതിയിലേക്ക് പോയി. പണ്ടെന്ന് അങ്ങനെയാണ്. നമ്മളൊക്കെ ജീവിച്ച വീട്ടില് നമ്മുടെ അമ്മയൊക്കെ ആഹാരം കഴിക്കാൻ 3 മണിക്കാണ്. അത് കൂട്ടുകുടുംബമായിട്ടല്ല, അവിടെ ജീവിക്കാൻ വന്നവരാണ് അല്ലേ. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആ വീട്ടിൽ അഭയാർത്ഥികളായി വന്നവർക്ക് ആഹാരം കൊടുത്തും തയ്ച്ചും അവരെ നോക്കിയിട്ടാണ് പലവരും ഒരാളല്ല, അനേകം പേര് നമ്മൾ കണ്ടു. ഇന്നത്തെ അമ്മമാരുണ്ടോ ചോദിച്ചാൽ ഭർത്താവിന് പോലും ആഹാരം കൊടുക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പോലും ആഹാരം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രീതിയിൽ നമ്മുടെ പ്രതിരാശി മാറിക്കും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഒരു അപകടം നമുക്ക് വരുന്നുണ്ട്. അത് ആരാധന കൊണ്ടും ഈ പറഞ്ഞ പ്രതിരാശിയും കൊണ്ട് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ വിമുഖത കാണിക്കും. അതൊരു കാലഘട്ടം വരാൻ പോകുന്നതാണ്. അടുത്ത കാലഘട്ടം വരിക തൊഴിലെടുക്കാൻ ആളെ കിട്ടാത്ത കർമ്മഗതികൾ. ഇത് രണ്ടും ഗുരു മുമ്പേ പറഞ്ഞിട്ടുള്ള. ഇതെല്ലാം കാരണം ഈ ആരാധനയിലെ ദോഷത്തിന്റെ കീഴിൽ പെട്ടുപോയ പ്രതികളുടെ ഗതികൾ. നമ്മുടെ ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആരാധിച്ചിട്ടുള്ളതെല്ലാം നമുക്കിട്ട് തന്ന പണികളായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ ഒരിക്കൽ കോഴിക്കോട് സംസാരിച്ചപ്പോൾ അവിടെയുള്ള ഒരു തീവ്ര ഹിന്ദുവാദിയായ ഒരാൾ ചോദിച്ച ചോദ്യം, കുടുംബക്ഷേത്രങ്ങളും കുടുംബദേവതയും കാലങ്ങളായിട്ടുള്ള സ്വാമിക്ക് അത് അറിയുകയും. അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു,
ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴാണ് ഉണ്ടായത്? എപ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്? എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും അറിയോ? നമ്മുടെ തിരുവിതാംകൂർ രാജാവ് ശ്രീധര തിരുനാള് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കെല്ലാം ജാതി ഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ഇറക്കി. അന്ന് ഗുരുവായൂർ ക്ഷേത്രം കൂട്ടി പല ക്ഷേത്രങ്ങളും. ശ്രീനാരായണ ഗുരു എന്തിനാണ്? അപ്പൊ അവരോട് ഞാൻ ചോദിച്ച ചോദ്യം, ശ്രീനാരായണ ഗുരു എന്തിനാണ് ഈഴവ ഗുരു അല്ല ഈഴവ ശിവൻ എന്ന് പറയേണ്ട ഗതികേട് വരുത്തിയത് നമ്മൾ? അദ്ദേഹത്തിന് മറുപടി ഞാൻ പറഞ്ഞത് 1000 വർഷം മുമ്പ് നടന്നല്ല, ഇത് വെറും 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. അപ്പൊ 100 വർഷത്തിന് മുമ്പ് ഗോത്ര സ്വഭാവമോ ക്ഷേത്രമോ ഇല്ലാത്ത നമുക്ക് പിന്നീട് എവിടെ നിന്ന് വന്നു? എങ്ങനെ കയറി വന്നു? ഇത് ആ കാലഘട്ടത്തിൽ നമ്മളെ നശിപ്പിക്കാനായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പേരില്ലാത്തതും അറിവില്ലാത്തതുമായ കുറേ സ്ഥാപനത്തിന് നമ്മൾ പരിഗണിച്ച് കെട്ടിത്തന്നു. അത് ഗുരു പറയുന്നത് കാരണവര് സമാധിയായപ്പോ അദ്ദേഹത്തിന് ദൈവമാക്കി വന്നു. പല വീടുകളിൽ നമ്മൾ പോയി ചോദിച്ചാൽ പറയും, പണ്ട് നമ്മുടെ മുത്തശ്ശനുണ്ടായിരുന്നു, കോഴിയെ പറപ്പിച്ചിരുന്നു, കോഴിയെ പറപ്പിച്ചു, അതിനെ ആരാധിച്ചു. അതിന് വലിയൊരു ക്ഷേത്രമുണ്ട്, അറിയോ? തിരുവനന്തപുരത്ത് ആറ്റുക. ഗർഭിണിയായി പെട്ടെന്ന് മരിച്ച് അവർക്ക് കൊല്ലം എന്ത് ചെയ്യണം? തമിഴ്നാട്ടിൽ രീതി പൊങ്കാലയാണ്. ഇന്ന് എന്തായി? ഗംഭീരായി. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് പാലക്കാടിന്റെ അതേ ചൂടിന്റെ ഒരു ഗതികേട് കുറച്ചു കാലം കഴിയുമ്പോൾ എവിടെ വരാം? തിരുവനന്തപുരത്തിന് വരാം. അത് നമ്മൾ പ്രാർത്ഥന കൊണ്ട് മാറ്റണം. ഇതുപോലെ തെറ്റായ ആചാര ധാർമ്മികത കൊണ്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ താഴോട്ട് പോകും. നമ്മുടെ ജീവൻ ഇങ്ങനെ താഴോട്ട് പോകുന്ന ജീവന്റെ കർമ്മഗതി കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കാര്യത്തിലും ഒക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോ എന്ത് സംഭവിക്കുന്നു? നമുക്ക് സമയമുണ്ടാകും. എപ്പോഴാണോ ജീവൻ താഴോട്ട് പോകുന്നത് നമുക്ക് സമയമുണ്ടാകും. ആറിന്റെ ആരാധന കഴിഞ്ഞ് പൂട്ടാകുമ്പോൾ ഓടേണ്ടി വരും. എന്താണ്? എന്തിനാ നമ്മൾ ഓടുന്നത്? ആത്മജ്ഞാനത്തിന് വേണ്ടി, ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണോ? എന്തിനാ ഓടുന്നത്? എല്ലാവരും എന്തിനു വേണ്ടി നമ്മൾ ഓടിയത്? അല്ലേ? കൂട്ട് കഴിഞ്ഞ് ചിലവർക്ക് കഴിക്കാൻ പോലും സമയമില്ല. അല്ലേ? എന്തിനാ നമ്മൾ ഓടുന്നത്? എവിടേക്കാ ഓടുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പണം ഉണ്ടാക്കാനാണ് ഓടിയത്. എത്ര ഓടിയിട്ടും പണം ഉണ്ടാവുന്നില്ല. പാലക്കാട് പട്ടർ ബോംബെയിൽ നിന്ന് വേണ്ടി ട്രെയിൻ പുറപ്പെട്ടപ്പോൾ ട്രെയിനിൽ കൂടെ ഓടുക. എന്തിനാണ്? ട്രെയിനിനെക്കാട്ടിൽ മുമ്പ് എത്താലോ, അല്ലേ? ട്രെയിൻ ഓടുന്നെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടെ ആകുമ്പോൾ അങ്ങനെ ഓടുകയാണ്. അവസാനം കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു എന്ത്? നമ്മുടെ സ്വർണ്ണങ്ങൾ മുഴുവൻ. എന്തായാലും കാരണം ഈ ഊർജത്തെ അറിഞ്ഞു പ്രവർത്തിക്കാൻ ജീവന് വേണ്ട പുണ്യം നേടാനുള്ള അറിവ് നമുക്കില്ല. മോഡേൺ സയൻസിൽ പറഞ്ഞാൽ E=mc². എനർജിയാണ്. ഈ എനർജിയുള്ള ഉപനിഷത്തിന് mc² കറക്റ്റാണെങ്കിൽ ഉപനിഷത്ത് പോകും. അവൻ എന്ത് ചെയ്താൽ ഒരു വടയുണ്ടാക്കി കൊടുത്താൽ 1000 പേര് കാണും. അവിടെ നിന്ന് വേറെ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താൽ അതിന് 1000 പേരുണ്ടാവും. ഞാൻ മോണിറ്റർ ഡോക്ടറോടും പറഞ്ഞതാണ്, അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സിദ്ധ മെഡിസിൻ കൊടുത്താൽ മതി, അത് എന്ത് അസുഖമായാലും മാറിക്കും. അത് അവനവന്റെ ജീവന്റെ ഗുണമാണ്. ഇത് വരണമെങ്കിൽ നമ്മുടെ മുന്നിൽ ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പെർഫെക്റ്റ് ചെയ്യും. ശ്യാം ഡോക്ടറോട് ഗുരു ചോദിച്ചു, നിന്റെ കുടുംബത്തിൽ എങ്ങനെ എത്ര ഡോക്ടർമാർ വന്നത്? ജിപ്മറിൽ പഠിക്കുന്ന ആ അമ്മയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ പറയും. എന്താണ്?
അവരുടെ തലമുറക്കാർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാലത്ത് ഗുരുവിനെ ഒരു ജന്മത്തിൽ വരുമ്പോൾ വയ്യാതായപ്പോൾ ആ കുടുംബത്തിൽ കൂടി ചികിത്സിച്ചു. അതിൻ്റെ ഗുണമാണ് പിന്നീട് അവർ എന്തായി മാറുന്നത്, ഡോക്ടർമാരുടേത്. ഇതേപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മളെന്താ ചെയ്ത്, സാധുക്കളെ കണ്ടപ്പോൾ തലയിൽ കൂടെ മണ്ണ് വാരിയിട്ടുണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ എന്താ ഉണ്ടാവും, ഭ്രാന്തന്മാരെ ഉണ്ടാവും. ആക്സിഡൻറ്റ്, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരും. ഇതിൻ്റെ കാര്യകാരണങ്ങളാണ് ഗുരു പറഞ്ഞത്. അതാണ് ഗുരു പറയുന്നത്. ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യണം, പൗർണമിക്ക് വന്ന് കൊണ്ടുപോകണം. പൗർണമി വൃത്തമെടുത്ത് ദീപം എടുക്കണം. ഇങ്ങനെയുള്ള വിഷമതകളും ദുരിതങ്ങളും മാറണമെങ്കിൽ അത് എളുപ്പമാകും. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇതേ കാര്യമാണ് പറഞ്ഞത്. പാലക്കാടിലെ ചിപ്പുകുട്ടി പറഞ്ഞ ആളുടെ കാര്യങ്ങൾ. 2 സ്ഥലത്താണ് ക്യാൻസർ വന്നിട്ടും ഇന്നും 78 വയസ്സായി ജീവിക്കില്ല. 94 വന്ന ആളാണ്. എന്താ കാരണം? ഇതിനെ ജീവന്റെ കർമ്മം കൊണ്ട് ശരീരത്തിനെ രക്ഷിക്കാനുള്ള വഴി ഗുരു പഠിപ്പിച്ചു തരും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ, ചില കുട്ടികൾ നോക്കിയിട്ട് പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അവരെ കുട്ടിയല്ല. അത് മാറണമെങ്കിൽ പൗർണമിക്ക് ഒരു സങ്കല്പം പറഞ്ഞേക്കാം. അത് നിങ്ങൾ പൗർണമിയുടെ ആ ഗുരുവാണി എടുത്ത് പഠിക്കുക. നിങ്ങളുടെ വീട്ടിൽ അനുസരണയില്ലാത്ത മക്കളുണ്ടെങ്കിൽ ആ സങ്കല്പം പറഞ്ഞു തന്നത്. ഒരു പെൺകുട്ടിയിൽ നിന്നുണ്ടാവുന്ന ദോഷങ്ങൾ മാറണമെങ്കിൽ അല്ലേ, നമ്മുടെ ഒരു കുട്ടികൾക്കൊക്കെ ചില പയ്യന്മാരായാലും ശരി പെൺകുട്ടികളായാലും ശരി, അവർക്ക് ഒരു പ്രായത്തിൽ ആരെ കണ്ടാലും സ്നേഹിക്കണം. ഒന്നുമില്ല, ഒരു വായു. അത് ആ വായു ഹോർമോൺസിൽ കയറി ധരിക്കുമ്പോൾ അവർക്ക് പ്രേമിക്കാൻ പറ്റും. ആ വായുവിന് ഹോർമോണിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഈ വായുവിൽ കയറി പൃഥുകേറി നിന്നാൽ കഴിഞ്ഞു. ഈ വായുവിൽ ഒരു പൃഥു നിന്ന് അവനെ തിരിച്ചാൽ അവൻ മദ്യപാനത്തിന്റെ അടിമയാവും. ഈ വായുവിൽ കയറി വെറുത്തും കയറുന്ന അവൻ അച്ഛനെയാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി. ഈ പൃഥു അവിടെ കയറാതെ ആര് കയറണം? അവിടെ ഗുരുവിന്റെ പ്രകാശം കയറണം. ആ പ്രകാശം കിട്ടണമെങ്കിൽ അതിന് പറ്റിയ കുറേ ദിവസങ്ങൾ ഗുരു പറഞ്ഞു തന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗുരു പറഞ്ഞത്, എടാ അത് പൗർണമിയാണ്. ഇങ്ങനെയുള്ള ദുശ്ചിന്തകളും ദുഷ്ടവിചാരങ്ങളും വിഷമങ്ങളും ഉള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തിയായിട്ടുള്ള പ്രാർത്ഥനകൾ നിർത്തി. അത് പൗർണമിക്കണക്ക് കുറേ പേര് ഇവിടുന്ന് പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. പലവരും പണ്ട് ഞാനായിരുന്നു അവിടെ പണ്ട് ഈ കുംഭത്തിന്റെ നിയമം നോക്കുന്നു. അന്ന് ഞാനൊരു റിസപ്റ്റ് നോക്കിയില്ല. കല്യാണം കഴിയാത്തവർ ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരുണ്ട്. ചിലവരുടെ PSCയിൽ റാങ്ക് ലിസ്റ്റിന്റെ അടുത്ത് വരും അവർക്ക് ചെയ്യും. അപ്പൊ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത് ഈ പൗർണമിയാണ്. കുറെ കഴിയുമ്പോൾ ഒരു 7 8 കുംഭം എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെ കാണാണ്ടാവും. കാരണം ഇവരൊക്കെ ഞാൻ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവും. ചോദിക്കാൻ പറയും, സ്വാമി കാര്യം പാലം കടന്നു, പിന്നെന്തില്ല പാലം കടന്ന് സംഭവിക്കും, പിന്നെ വരുമോ അങ്ങനത്തെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു അതുകൊണ്ട് നോക്കണം. ആ ശീലം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അത് ആർക്ക് കൊടുക്കണം? അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന വളരെ ചെറുപ്പം മുതലേ പണത്തിനോട് ആർത്തിയാണ്. ഇവിടെ പോലീസുകാരൻ്റെ ഇവിടെ പറഞ്ഞത്, നമ്മുടെ ഈ കോളേജിലേക്ക് പറഞ്ഞപ്പോ എല്ലാവർക്കും പണം ഉണ്ടാക്കണം കുട്ടികൾക്ക്. അപ്പൊ കുട്ടികൾ പണം ഉണ്ടാക്കുന്നത് എന്തിനാണ്? സ്വാതന്ത്ര്യത്തിന്. അവർക്ക് അച്ഛനും അമ്മയുടെയും ഈ നിയന്ത്രണത്തിൽ അവർക്ക് ജീവിക്കാൻ തോന്നാത്ത വിധത്തിൽ അവരുടെ വായു കയറി പ്രവർത്തിച്ചിട്ട് അവരങ്ങനെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അച്ഛനും അമ്മയുടെയും പണം വേണ്ട, ഞാൻ ഉണ്ടാക്കും. അതിന് ഏറ്റവും നല്ലത് മയക്കുമരുന്ന് വാഹനങ്ങളാണ്. ഇതോട് കൊടുത്താൽ ഇവിടെ നിന്ന് വാങ്ങി അവിടെ കൊടുത്താൽ 500 രൂപ. ആ വിൽക്കണ്ട, അവിടെ കൊടുത്താൽ മതി. ഈ കുട്ടികളാകുമ്പോൾ പോലീസുകാർക്ക് സംശയം തോന്നും. ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ, നമ്മുടെ വീട്ടിലും
വിഷമമായും ദുരിതമായും നമ്മുടെ കേൾവിയിൽ. അവിടെ എല്ലാം ഗുരു പറഞ്ഞ ഏറ്റവും പ്രധാനം ഉണ്ടായത്, ഇവിടെ ഒരു ഗുരുവാണി ഞാൻ വായിക്കുന്നു. കാരണം 2002 നവംബർ മാസത്തിലെ ഒരു ഗുരുവാണിയാണ് ഞാനിവിടെ വായിക്കുന്നത്. കർമ്മഗതി കാരണമുണ്ടായ ചില തീരാ രോഗങ്ങൾക്ക് പരിഹാരം കാണുകയാണ്. ഇത് ദൈവം തന്ന് ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മമാണ്. വേറെ ആർക്കും ഈ കർമ്മം ചെയ്യാൻ പറ്റുകയില്ല. ഈ കർമ്മം ചെയ്യണമെങ്കിൽ അനുവാദം വേണം. ഗുരു പറയുന്നത് നമ്മുടെ തിരിച്ചു തരുന്ന കാര്യമാണ്. ആ അനുവാദം ആരിൽ നിന്ന് കിട്ടിയാൽ പോലെ പരമമായ യോഗ്യതപ്പെട്ട സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടണം, ബ്രഹ്മത്തിൽ തന്നെ കിട്ടണം. അല്ലെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല. ഗുരുവിൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് ഗുരു പറയുന്നുണ്ട്, പല സമയത്തും പല രോഗങ്ങളും ഗുരു മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ വന്നപ്പോഴാണ് ഗുരു എന്ത് ചെയ്ത് 73 പർണശാലയിൽ കയറി ഇരുന്നത് ധ്യാനം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. ഇതുപോലെ നമ്മളിൽ ഇരിക്കുന്ന ഓരോ വിഷമതകൾക്കും, നമ്മുടെ ഇരിക്കുന്ന ഓരോ നന്മയ്ക്കും നന്മയുണ്ട്. ഇതിൽ കുറേ സുഖമായി ജീവിക്കുന്നവരുണ്ടാവും. നമുക്ക് വരുന്ന രോഗങ്ങൾക്കും, ഒരു ദേശത്ത് വരുന്ന പ്രശ്നങ്ങൾക്കും, ഒരു രാജ്യത്തിന് വരുന്ന പ്രശ്നങ്ങൾക്കും എല്ലാത്തിൻ്റെയും കാര്യകാരണം ഗുരു പറഞ്ഞു തന്നു. അത് തിരുത്തണമെങ്കിൽ ആ ദേശത്തും ആ കുടുംബത്തിനും ഇതുപോലത്തെ പ്രാർത്ഥനകൾ ചെയ്യാനാണ് ഗുരു പറഞ്ഞത്. ഇതൊരു കർമ്മഗതിയായി ഒരു ദേശത്ത് കെട്ടിയിരിക്കുക. കേരളത്തിൽ ഒരിക്കലും നല്ല നല്ല ഫാക്ടറികളൊന്നും വരില്ല. എന്താ കാരണം? നമുക്ക് കർമ്മഗതി അല്ലേ? വന്നാൽ നമ്മളെന്ത് ചെയ്യും? പലതരത്തിലുള്ള കുട്ടികളറിയില്ല. എൻ്റെ അനുഭവം ഞാൻ പാലക്കാട് മെഡിക്കൽ കോളേജിന് ഇങ്ങനെ ഇരിക്കണ സീറ്റുകളാണ് കുട്ടികൾ. അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് വരുമ്പോൾ നല്ലൊരു കസ്താലുണ്ട്, ഇങ്ങനെ എഴുതാനുള്ള സൗകര്യമൊക്കെ ഉള്ള ഗംഭീര കസ്താല. അത് നോക്കുമ്പോൾ ആ ഷൊർണൂർ ഭാഗത്ത് പോകുന്ന ഭാഗത്താണ് അതിൻ്റെ ഫാക്ടറി. ഞങ്ങൾ അവിടേക്ക് പോയി. ആ ഫാക്ടറി മുന്നിൽ ഒരു 1000 കൊടി, ഒരു 50 കൂട്ടുള്ളൂ, കൂട്ടിക്കിടക്കും. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അന്വേഷിച്ചു, കാരണം നല്ല ഇരിക്കാനാണ്. അപ്പോൾ അവരൊരു അഡ്രസ്സ് കോയമ്പത്തൂരിലുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോയി. കോയമ്പത്തൂരിൽ നിന്നും കുറച്ചും കൂടി ദൂരം പോകുമ്പോൾ ആവനാശി റൂട്ട് പോകുമ്പോൾ ഇയാളുടെ ഫാക്ടറി. അപ്പോൾ അയാളെ കണ്ടു. അയാൾ പറഞ്ഞു ചെയ്തു തരാം, അതേ സാധനം ചെയ്തു തരാം. പക്ഷെ സമയം തീരെ പോരാ, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ചെയ്തു തന്നെ നോക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഒരു ഈഗർനെസ്സുകാരൻ, എൻ്റെ ഒരു നിങ്ങളെന്താ ഒറ്റപ്പാലത്ത് ആ പോണ പോക്കിൽ കൂട്ടിയത് അയാളെ കണ്ണൂർ കൂടെ രക്തം വന്നു, കണ്ണീരില്ല. അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. അയാളെ അടിക്കുകയും ഒരു റൊട്ടിയുടെ പ്രശ്നമെന്ന് പറഞ്ഞു. ഈ ബന്ധു ദിവസം പണിക്ക് വന്നവർക്ക് 2 റൊട്ടി കൊടുക്കും. അന്ന് ഈ ബെല്ല് 2 എക്സ്ട്രാ വന്നു, പണിക്കാർ കുറവാണ്, 2 ബെല്ല് കൊടുക്കും. പിറ്റേ ദിവസം എല്ലാവരും പഠിക്കുള്ളൂ, ഒന്നും ഒരു ബെല്ലിന് കൊടുക്കാൻ പറ്റില്ല. അവിടുന്ന് തുടങ്ങിയ പ്രശ്നമാണ്. അങ്ങനെ അദ്ദേഹം ഞങ്ങൾ സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ, കാരണം 2 ദേശത്തിൻ്റെ വാസനാപരമായ കർമ്മഗതിയെക്കുറിച്ച് ഞാൻ പറയും. കേരളം എന്ന ദേശത്തിൻ്റെയും തമിഴ്നാട് എന്ന ദേശത്തിൻ്റെയും കർമ്മഗതിയെ ഞാൻ പറയും. അദ്ദേഹം മുഖത്തിന് അവരുടെ മേസ്ത്രിയെ വിളിച്ചു. ദണ്ഡമണി എന്തോന്നായ പേര് ഒക്കെ ഓർമ്മയില്ല, തങ്കമണിന്ന് ദണ്ഡമണി ഉണ്ടാവും. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക്, അല്ല മെഡിക്കൽ കോളേജാണ്, അതിലേക്ക് ഇത് കൊടുക്കണം, നിങ്ങളെല്ലാവരും OT ചെയ്യണം, ഇത്ര രൂപ ഞാൻ അധികം തരാം. അവിടെ 5000 നികുതം കുറവുള്ളതുകൊണ്ട് അയാളെ കാലിലൊക്കെ വിടാം. പറഞ്ഞ ദിവസം തന്നെ അത് തരാൻ സാധിക്കും. ഇതെന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? കേരളത്തിലാണെങ്കിൽ താത്വികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന പൈസയുടെ 48% ഇന്ത്യയാണെന്നെല്ലാം പറഞ്ഞ് ആ പണി നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആളുടെ കർമ്മത്തിൻ്റെ വശത്ത് അയാളെന്താ പറഞ്ഞു? എനിക്ക് ശാപ്പാട് തരുന്ന ആൾ എൻ്റെ ദൈവം. ഞാൻ ഇവിടെ എനിക്ക്
ചാപ്പാട് തരുന്ന ഭൂഷയാണ്. അത് ഞാൻ പറയുന്നത് ഇത് രണ്ടും നിങ്ങൾ ഇതായിട്ട് എടുക്കണ്ട. ഇത് രണ്ടും ആരാധനാ കർമ്മത്തിൻ്റെയും ആ ധർമ്മത്തിൻ്റെയും ഒരു ദേശത്തിന് വന്നിട്ടുള്ള കർമ്മത്തിൻ്റെയും. ഇത് നമ്മുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലില്ല എന്ന് നിങ്ങൾ പറയുന്നു. എത്ര അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലേ നമ്മുടെ മക്കളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അവരൊന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാവില്ല. വേണ്ട, ഒരു ഭാര്യ ചെയ്ത നല്ല കാര്യം ഒരു ഭർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യും. ഇതെല്ലാം നമ്മുടെ അവിടെ കിടക്കുന്ന, നമ്മുടെ പ്രകൃതിയിൽ കിടക്കുന്ന ഗതികേടുകൾ. ഇത് നമ്മൾ ഇതുപോലത്തെ ആരാധനാ കർമ്മത്തിന്റെ വശം കൊണ്ട് തിരുത്തി വരുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഈ വ്രതം എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിലേക്ക് കയറി തരണം. അതിന് വേറെ രീതിയിലൊക്കെ പിന്നെ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല ഗുരുവാണ്. നിങ്ങൾ നേടിയിട്ടുള്ള ഈ ഗുരുവിന്റെ പ്രകാശം ഇത് നിങ്ങൾ എവിടെ കൊണ്ടുപോകണം? നിങ്ങളുടെ വീട്ടിന്റെ അന്തരീക്ഷത്തിൽ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് നേർക്ക് എന്ത് വെക്കണ്ട പറഞ്ഞത്? വെക്കണ്ട. ചില വീട്ടിലൊക്കെ ഞാൻ പ്ലാൻ വരച്ചു കൊടുത്തിട്ട് പോലും നേർക്ക് അല്ലേ? എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ മുൻകാലത്തെ ചെയ്തു വെച്ച കർമ്മഗതി നമ്മുടെ ഉള്ളിൽ ഭയമായി കിടക്കുക. ഈ അറിവുകേട് പൗർണമി എന്ന കർമ്മത്തിലൂടെ, ആ പ്രകാശത്തിലൂടെ നമ്മൾ തിരുത്തിയാൽ ഈ പറയുന്ന ഒരു പിണ്ണാക്കും നമുക്ക് പേടിക്കാൻ. അറിവുള്ളവർ പേടിയില്ല. അതാണ് ഉപനിഷത്തിൽ പറയുന്നത്. ഒരു കയറ് കിടക്കുന്ന പാമ്പാണെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ തന്നെ വടിയൊക്കെ എടുക്കും. ആ ഇത് കയറാണെന്ന് അറിഞ്ഞാലോ വടി എടുക്കും. എന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന പല ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം നിങ്ങൾക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. അതുകൊണ്ടാണ് പലവരും ഈ പറയുന്ന രീതിയിൽ എന്നോട് ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ പൊട്ടത്തരങ്ങളൊന്നും പറയരുത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാൻ പഠിക്കണം. അതാണ് ഗുരു നമ്മളെപ്പോഴും പറഞ്ഞു പഠിപ്പിക്കും. ഇവിടെ നമ്മുടെ മുരളി സാറ് പറഞ്ഞ പോലെ ദൈവത്തെ വിശ്വസിക്കണമെന്നാണ്. ഞാൻ നേരെ മറക്കാറ്. ഞാൻ ദൈവത്തെ അറിയണമെന്ന്. ഞാനിത് മൈക്കാണെന്ന് വിശ്വസിക്കണം, ഞാനിത് മൈക്കാണെന്ന് അറിയണം. എൻ്റെ അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കണോ, എൻ്റെ അമ്മയാണെന്ന് ഞാൻ അറിയണം. എൻ്റെ അച്ഛനാണെന്ന് ഞാൻ വിശ്വസിക്കുകയോ വേണ്ട, എൻ്റെ അച്ഛനാണെന്ന് അറിയുകയാണ്. പൗർണമി എന്നത് വിശ്വാസമല്ല, പൗർണമി അറിയണം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ ന്യൂട്രോൺസുകൾ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വരുന്നത്? അത് ഭൂമിയുടെ 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് എങ്ങനെ പോകുന്നു? അവിടുന്ന് എവിടെ പരിണാമപ്പെടും? അവിടെ എൻ്റെ ജീവന്റെ ന്യൂട്രോൺസും അത് തമ്മിൽ എന്ത് ബന്ധം? അതെങ്ങനെ എൻ്റെ വീട്ടിൽ കടമായിട്ടും എൻ്റെ മക്കൾ അത് എടുക്കാതെ എന്നെ നശിപ്പിക്കുന്ന കർമ്മമായിട്ടും എങ്ങനെ വരുന്നു? അല്ലേ? ഇതെല്ലാം നമ്മുടെ ഇടയിൽ കിടക്കുന്ന ജീവന്റെ വാസനകൾ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ഘട്ടം നിൽക്കുന്ന താഴ്ന്നു പോകും. ഇന്ത്യയിലുണ്ടായിരുന്ന ഏതൊരാളെ എടുത്തു നോക്കൂ, ടാറ്റ എടുത്തോ ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളെ എടുത്തോ, കുറച്ചു കാലം പ്രവർത്തിക്കുമ്പോഴും താഴോട്ട് പോകും. ഇതവിടെ ഞാൻ ഗുരുവാണി കൂടി വായിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോൾ മനസ്സ് താഴോട്ട് പോകും. ഇത് ജീവന്റെ കുറവാണ്. വളർന്നു വരുമ്പോൾ നമ്മൾ പലതരത്തിൽ പ്രവർത്തിച്ചു പോകുന്ന സമയത്ത് ഒരു രോഗം വരുന്നതും ജീവന്റെ പുണ്യക്കുറവാണ്. ഈ ജീവന് പുണ്യം വരുത്തിയെടുക്കാൻ കഴിയുന്നില്ല. ഈ മനുഷ്യരാശിക്ക് മൊത്തം ഈ ഗതികേടായി കിടക്കുന്നു. അതുകൊണ്ട് ഭാഗ്യമില്ലാത്ത മക്കൾ നിന്ന് ജനിക്കുന്നു. ഭാഗ്യമില്ലാത്ത മക്കൾക്ക് ഒരിക്കലും പുണ്യം നേടി പോകാനോ ആ കർമ്മത്തിന് മഹിമയിലോ പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ എന്തേ പറ്റൂ? ഇവിടെ നിന്നൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ആ മഹിമയുള്ള സ്ഥലത്തേക്ക് പോകും. ഇതാണ് ഗുരു പറഞ്ഞത്. എടാ, ഈ പൗർണമിയിൽ മാത്രമേ ഈ കർമ്മത്തെ പൊട്ടിക്കാൻ പറ്റൂ. ഇവിടെ ഉള്ള ഗുരുവിനെ, ഗുരു തരുന്ന ആ വാക്കുകളും ആ ധർമ്മവും നമ്മൾ സൂക്ഷിക്കുമ്പോൾ
ഒരു ദേശത്തിൻ്റെ മൊത്തം തന്നെ ഗുരുപൂജ ചെയ്യുന്നതിൻ്റെ കർമ്മത്തിൻ്റെ മഹിമ നമ്മൾ മാസപ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളൊരു ആശ്രമത്തിൽ ഇതേപോലെ ദീപമെടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഒരു ദേശത്തിൻ്റെ മൊത്തം എന്ത് സംഭവിക്കും? അന്തരീക്ഷം ശുദ്ധിയോ? ഗുരു പറഞ്ഞത് 4.5 കിലോമീറ്ററാണ് വായുവിലൂടെ ശുദ്ധീകരിക്കാവുന്നത്. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ പല പ്രാർത്ഥനകൾ നടക്കുമ്പോൾ അനുഭവമുള്ളവർ പല മഹാത്മാക്കളും ഇത് നോക്കി വരുന്നത് കണ്ടത്. എന്താ കാരണം? ശുദ്ധമായ അന്തരീക്ഷം കാണുക എന്ത് ചെയ്യും? നമ്മൾ അമേരിക്കയ്ക്ക് പോകണമല്ലോ. നമ്മളെന്തിനാ അമേരിക്കയ്ക്ക് പോകുന്നു? ലണ്ടനിലേക്ക് പോകണമെന്തിനാ? അവിടെ അവർ സ്വർഗം പോലെ ജീവിക്കുന്നത് കാണുമ്പോൾ നരകത്തിൽ ജീവിക്കുന്നത് നമ്മൾ ചാടും എന്നൊന്ന് കണ്ടിട്ട് വരാം. ഇതേപോലെ അന്തരീക്ഷം ശുദ്ധിയാകുമ്പോൾ ആ ഇരുട്ട് കിടക്കുന്നവൻ എന്ത് ചെയ്യും? ഈ ശുദ്ധീകരണത്തിന്റെ കാരണം അന്വേഷിച്ച് നീങ്ങി വരുന്നവർ അവരിവിടെ വന്ന് നമ്മളെ നമസ്കരിച്ചു പോകുന്നവർ. അതുകൊണ്ടാണ് നമ്മൾ ദീപം എടുക്കുമ്പോഴും കുംഭം എടുക്കുമ്പോഴും നമ്മളെക്കാൾ കൂടുതൽ ആൾക്കാർ എവിടെയുണ്ട്? അന്തരീക്ഷത്തില്. അത് കണ്ടിട്ടാണ് ഒരു രാമായണോട് പറഞ്ഞത് ഇതെന്താ ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ 200 ചില്ലാൻ വരെ എടുത്തിട്ടുണ്ട്. 2000, 5000, 10,000 പേരുണ്ട്. ഞാൻ പറഞ്ഞു അത് കാണുന്നവരുണ്ട്. വെള്ളിയായ ആശ്രമത്തിന്റെ രണ്ടമ്മമാരുണ്ട്. അപ്പൊ ആ പയ്യനും കാണുമ്പോൾ അവൻ പറയുന്നത് ഇത് എത്ര പേരാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ആ സമയത്താണ് ഭയങ്കര തിരക്കാണ് എനിക്ക്. ഞാൻ പോയില്ലെങ്കിൽ വീട്ടിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ഓടും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഗുരുവിന് നമ്മളൊരു ഒരു ജോലി ചെയ്യുന്നവരായാലും എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഇടയ്ക്ക് താഴവും മുമ്പൊക്കെ ചെയ്യും. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുരു പറയുന്ന സമയങ്ങളിൽ ശക്തമായ പ്രാർത്ഥനയും കിട്ടിയും നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കുക. അതുകൊണ്ടാണ് പൗർണമിയിൽ ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കുംഭോ ദീപവും ഉണ്ടായിരുന്നില്ല. അറിയോ ആർക്കെങ്കിലും? ശാന്തിയാശ്രമത്തിൽ ആദ്യകാലങ്ങളൊന്നും എന്തില്ല, പ്രാർത്ഥനയുമില്ല. പിന്നീട് ദീപം വരുന്ന എങ്ങനെയാണ്? ഒക്കെ ഞാൻ പറഞ്ഞെന്നാ മറന്നുപോയി. അനുഭവമുള്ള ജന്യമാർ ഗുരുവിനെ നമസ്കരിക്കുകയോ ശിശുപുത്രനെ നമസ്കരിക്കുന്നു. ഈ ഗുരുപ്രകാശത്തിന്റെ ചുറ്റും, നമ്മുടെ ഗുരുവിന്റെ ചുറ്റും നമ്മളെന്ന് വിളിക്കുന്ന ഭദ്രകാളി എന്ന് വിളിക്കുന്ന അല്ലേ? ഞാൻ ഭദ്രകാളി എന്ന് പറഞ്ഞ നമ്മുടെ രൂപത്തിൽ ഇങ്ങനെയുള്ള കാരണമല്ല, അതൊന്നുമല്ല. ഭദ്രമായി അങ്ങനെയും പറയുന്നു. ജീവനെ ആ അർത്ഥത്തിൽ സൂക്ഷിച്ച് കാണുന്നു. ആ ജീവനെ അതോളം സൂക്ഷിച്ചു നിൽക്കുകയാണ് അല്ലേ? ആ അവസ്ഥയിലെത്തി നിൽക്കുന്ന ജീവൻ, അങ്ങനത്തെ ജീവനുകളും അല്ലേ? അവർക്ക് ആ അവസ്ഥ കടക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ജീവനുകൾ ഗുരുവിന്റെ പ്രകാശത്തിൽ തലപ്പിക്കുക. അപ്പൊ ഗുരുവിനോടൊന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നീ എന്നെ അത് ചോദിക്കാൻ പറ്റും. അപ്പോ ശിഷ്യബുദ്ധ ചോദിക്കുക ആ ജീവനോട്. അപ്പോൾ ഓർമ്മ, ഞങ്ങളുടെ പ്രകാശത്തിന്റെ അപ്പുറത്തൊരു പ്രകാശത്തിന്റെ ധർമ്മം തരാൻ കഴിവുള്ള മഹാഗുരുവാണ് ഈ വന്നിരിക്കുന്ന എൻ്റെ ഗുരു. ആ പ്രകാശം ഉൾക്കൊള്ളാൻ വേണ്ടി ഞങ്ങൾ ഉറക്കമൊഴിച്ചിട്ടെന്നല്ല, സദാ അതിൻ്റെ ചുറ്റും പറയും. അത് ഏറ്റവും നല്ല സമയം ഏതാ? പൗർണമിയാണ്. പൗർണമിയുടെ 3 ദിവസം മുമ്പും 4 ദിവസം അതിന് ശേഷവും ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക. കാരണം നിങ്ങൾക്ക് ശരീരമുണ്ട്. ഞങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് കടക്കണമെങ്കിൽ ഗുരുവിനെ സാധിക്കുക. ആ പ്രകാശം ഞങ്ങളിൽ ഉൾവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുവിനോട് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്ക് ദീപം എടുക്കാം അല്ലേ? നിങ്ങളുടെ ജീവനും ഇതുപോലെ ഉയരണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പൗർണമിക്കും ദീപത്തിൻ്റെ കർമ്മം തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നമ്മളെല്ലാം പറയുന്ന ത്രിമൂർത്തി അവസ്ഥയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന
ദേവീ സമ്പ്രദായത്തിൽ എന്ന് പറയും അല്ലേ. എന്താ പറയുക, നമ്മുടെ മൂകാംബികയിലൊക്കെ ഇരിക്കുന്ന ദേവിനെ എന്താ വിളിക്കും? ആദിപരാശക്തി എന്നാണ്. അതാണ് സകല എനർജിക്കും അപ്പുറത്ത് നിൽക്കുന്ന, ഊർജത്തിൽ നിൽക്കുന്ന സ്ത്രീയെന്ന് വിശ്വസിക്കേണ്ട. സ്ത്രീയല്ല പുരുഷനല്ലാത്ത രൂപാന്തരമില്ലാതെ നിൽക്കുന്ന ജീവനുകളാണ്. ഈ ജീവനുകളും ഒരിക്കൽ കാണുന്നത് ഗുരുവിനെ നമസ്കരിച്ച് വലം വയ്ക്കുന്നതാണ് ശിശുവിനെ. ഇത് ചോദിച്ചപ്പോഴാണ് ഗുരു പറഞ്ഞത്, നീ അവർ വീണ്ടും അതെന്നെ ഗുരു എപ്പോഴും പറയാം അല്ലേ, നമ്മളോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾ അവരോടൊന്ന് ചോദിക്കാം. അപ്പോൾ അവർ ചോദിച്ചത് യുഗാന്തരങ്ങളായി ഞങ്ങളുടെ ജീവൻ ഈ സകല ശക്തിക്കും അപ്പുറത്തെത്തിയിട്ടും ആ കർമ്മം കടന്നു പോകാൻ പറ്റുന്നില്ല. അത് ആർക്കെ കടത്തിവിടാൻ പറ്റുമോ? ഗുരുവിനെ സാധിക്കും. പൂർണ്ണനിൽ പൂർണ്ണനായി സർവ്വത്തിനെയും പൂർത്തീകരിച്ച് വന്നിട്ടുള്ള ഈ ജീവന് മാത്രമേ ഞങ്ങളത് കടത്തിവിടാൻ പറ്റൂ. അതിന് പറ്റിയ സമയം ഇപ്പോൾ ഭൂമിയിൽ ഗുരുവുള്ളപ്പോൾ. അതുകൊണ്ടാണ് ഈ പാദവും ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം എന്ത് പറഞ്ഞു ഗുരു? നിങ്ങൾക്ക് കുംഭമെടുത്ത് പ്രാർത്ഥിക്കാം. കുംഭമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ എല്ലാവിധ രോഗങ്ങളും വിഷമങ്ങളും പൗർണ്ണമിക്കെടുക്കുമ്പോൾ ഋതുരാശിയിലൂടെ വന്നിട്ടുള്ള ആരാധനാദോഷങ്ങളുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നത് അതെല്ലാം നിങ്ങൾക്ക് മാറ്റി. ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന പ്രശ്നം ആരാധനയിൽ നിന്ന്, തെറ്റായ ആരാധനാ കർമ്മം നമ്മളിൽ നിന്ന് വരുമ്പോൾ അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം മാറിക്കിട്ടുന്നത് ഈ കുംഭവും ദീപവും ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ എല്ലാവരും ഓടിയത് അല്ലേ. കുറേ പേര് കുംഭവും ദീപവും എടുക്കാനായിട്ട് പോയിരിക്കുന്നത്. എന്താണ് അത്? കുറയില്ല പാവങ്ങൾ. പക്ഷേ അവന് മാറ്റം വരും. കുംഭം എടുക്കുമ്പോഴും ദീപം എടുക്കുമ്പോഴും അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലായി, ഓ ഇവൻ ഇത്ര മാറി ഞാനും ഒന്ന് കൊടുക്കും. ഇവർ പോയിക്കോ, ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒക്കെ സ്ഥലം കിട്ടണം. ഇവിടുത്തെ കാര്യം ഞങ്ങളെങ്കിലും നോക്കിക്കോ. കാരണം ഈ ദേശം രക്ഷപ്പെട്ടു. കണ്ണൂരിലെ 500 പേരെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അത് ആർക്കാക്കണം? ഈ ദേശത്തിന് അല്ലേ, ഈ ജില്ലയ്ക്കാണ്. അത് ഈ അറിഞ്ഞ വളരെ കുറച്ച് പേരെ ഈ ലോകത്തുള്ളൂ. ഇങ്ങനെ പൗർണിമയുടെ മഹിമ ഗുരു ഓരോ പ്രാവശ്യവും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ഈ ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ, ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളെല്ലാം ഗുരു പറയും അവിടെ പ്രാർത്ഥന നടത്തണം, പൗർണിമയ്ക്ക് പ്രാർത്ഥിക്കണം, പൗർണിമയ്ക്ക് സമർപ്പണം ചെയ്യാൻ പറ്റും. കടമുള്ളവർ, നിങ്ങൾക്ക് ഭയങ്കര കടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് പൈസ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇന്ന് പൗർണിമയ്ക്ക് സമർപ്പിക്കരുത്. ഉറപ്പ് 10,000 കട ആ പൈസ ബാങ്കിലടച്ച് അതിലാകുന്നു. നിങ്ങളൊന്ന് അടച്ചു നോക്കി. നിങ്ങളുടെ ജീവന് ശേഷിത്വം ഉണ്ടെങ്കിൽ ബാങ്ക് നിങ്ങളുടെ കാര്യം കൊടുക്കുന്നത്. അതോ പല അനുഭവം അനുഭവിച്ചവനെ ഞാൻ അല്ലേ. ആ ഗുരുവേദിയെ കിടന്ന് ഉറങ്ങണം. വിളിച്ചോളത്ത ഉറങ്ങരുത്. എന്ത് കേട്ടു അവിടെ? അപ്പൊ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കും. ഇതുപോലത്തെ നമ്മുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ അതിനെ നമ്മൾ ഇതുപോലെ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തണം. അപ്പൊ നമുക്കൊരു ഭ്രാന്ത് പോലത്തെയും ഇല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഇതാണ്. അതുപോലെ അൽപായുസ് തീർക്കാൻ ഏറ്റവും എളുപ്പമാർഗം അൽപായുസ് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്ത് തലവേദന? അമ്മയുടെ തന്നെയാണ് അല്ലേ. അൽപായുസ് തീരാൻ എന്താ വഴി അറിയോ? ആരാ അൽപായുസിന്റെ കുടുംബം അറിയോ? ഋഷ്യനായരുടെ കുടുംബത്തിന്റെ കാര്യം അറിയില്ലേ? അറിയോ? അൽഫ ലാംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഋഷ്യനായരുടെ കുടുംബത്തിന്റെ പ്രശ്നത എല്ലാവരും 50 വയസ്സിനുള്ളിൽ തന്നെ ഗുഡ് ബൈ മരിച്ചു. പാലക്കാട് നമ്മുടെ കുടുംബം അവരോട് എല്ലാം കൂടി പറഞ്ഞത് പൗർണമി പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആയുസ്സിൽ മാറ്റം വരും. ഇതിനൊന്നും ആര് ചെയ്യാറില്ല. ഇപ്പൊ തന്നെ കാണാം, ഈ മീറ്റിംഗ് കഴിഞ്ഞവന്ന് അവിടെ പിരിഞ്ഞു തിരക്കേ താമി പ്രസംഗിച്ചു. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യം. എന്തായാലും ഈ ജന്മം ഇങ്ങനെ ആയിപ്പോയി.
ഞങ്ങൾ പോവുള്ളൂ. സ്വാമി പ്രസാദം ഞങ്ങൾ വാങ്ങിയിട്ട് 2 മണിക്കൂറല്ല 3 മണിക്കൂർ പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല സ്വാമി, ഞങ്ങൾ ഗുഡ് ബൈ. എന്താ കാരണം? ഭാഗ്യമില്ലാത്തതുകൊണ്ട് അവിടെ 100 പ്രശ്നം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഗുരുവേദന തലവേദന പോലെ അല്ലേ? പ്രശ്നങ്ങൾ അവിടെ എന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പോവാതിരുന്നാൽ അവർക്ക് പ്രശ്നം ചെയ്യും, ഉറപ്പാണ്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് കുടുംബത്തിൽ ഇത്ര പ്രശ്നം. ഒരിക്കൽ ഗുരുവിനോട് ഞാൻ ചോദിച്ചു, ഗുരുവെ പാലക്കാടിലെ കടമൊക്കെ ചെയ്യുന്നു, എടാ പൊട്ടാൻ നിന്നെ പോലെ ഭാഗ്യമില്ലാത്തവരൊക്കെ അവിടുന്ന് മാറിയാൽ അവിടെ എല്ലാം ശരിയായിക്കോളും. നിന്നെ പോലെ ഭാഗ്യമില്ലാത്തവനും കർമ്മഗതി പിടിച്ചവനും ദരിദ്രനുമായ ജീവനിൽ പുണ്യമില്ലാത്തവരും അവിടെ പ്രവർത്തിക്കുമെന്ന് സംഭവിക്കും. അവിടെ എല്ലാ പ്രശ്നങ്ങളും. പക്ഷെ അത് എനിക്ക് ഞാൻ താങ്ങിക്കോളാം, എനിക്ക് പറ്റും. ഇതെല്ലാവരും ഉള്ളതാണ്. നമ്മുടെ വീട്ടിലും ദേശത്തും ഒക്കെ കാണുന്ന പ്രശ്നം. തമിഴ്നാട്ടിലെന്താ വെള്ളമില്ലാത്തത്? 14 വറ്റാത്ത നദിയുണ്ടായിരുന്ന ഏറ്റവും മനോഹരമായ മഹാനദികൾ 5 ഒഴുകിയിട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട്. എന്ത് പറ്റി? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ തെറ്റായ ആരാധനാ കർമ്മം കൊണ്ട് അവരുടെ ഗതികേട് വന്നിട്ട് ഇപ്പോഴും അവർ ഓടുകൾ. കർണാടകയുടെ പിന്നാലെ നമ്മുടെ പിന്നാലേക്ക് അവർ ഓടുക. ഇതുപോലെ നമ്മൾ ഓടരുത്. നമ്മൾ ഓടാതിരിക്കാനും നമ്മുടെ പിന്നാലെ നമ്മുടെ വീട്ടിൻ്റെ പാത്രം കഴുകാൻ മറ്റുള്ളവർ വരാൻ വേണ്ടിയുള്ള ധർമ്മമാണ് ആര് പഠിപ്പിച്ചത്? അല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പൗർണമി ദിവസം ആവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ തലേ ദിവസത്തെ വീട് കൂട്ടണം. ഗുഡ് ബൈ കഴിഞ്ഞിട്ട് നിങ്ങൾ വരുള്ളൂ. ടീച്ചർമാരോട് ഉറപ്പിച്ച് പറയാം, ടീച്ചർ നാളെ പൗർണമിയാണ്, ഞാൻ ഉണ്ടാവില്ല. ഉറപ്പാണ് ആ ടീച്ചർ നാളെ ഒരാഴ്ചക്കുള്ള എവിടെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു ആൾക്കും അറിവ് ഇത് ഒരിക്കലും തെറ്റില്ല. ഞാൻ എഴുതിത്തരാം. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ബിസിനസ് ചെയ്യുന്ന കാലത്ത് എനിക്ക് ഒരുപാട് വർക്ക് വരുന്ന സമയത്ത് ഞാൻ പറയും 3-ാം തീയതി ഞാൻ ഉണ്ടാവില്ല. അന്ന് നിങ്ങൾ ഓപ്പണിംഗ് വെച്ചാൽ ഞാൻ ഉണ്ടാവില്ല, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാം. ഈ ശാസ്ത്രം അങ്ങനെ പറഞ്ഞ 10 കുടുംബം പാടില്ല. പൗർണമി ദിവസം ഞാൻ പറയും അന്ന് ഞാൻ ഉണ്ടാവില്ല, ഞാൻ അവിടെ ഇടയ്ക്ക് വന്നുവാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ഇടയ്ക്ക് മുങ്ങും. സാമീട്ടൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് എന്നിട്ട് ഒന്ന് സൈക്കിളൊക്കെ ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ച് അവിടെ നിൽക്കുന്നത്. അത്രയും സീരിയസ് ആണ്. അല്ലെങ്കിൽ അന്നേ ദിവസം ഞാൻ എൻ്റെ പേജറ് നമ്മൾ മൊബൈലിൽ കോപ്പി ഉണ്ടാകില്ല. കാരണം ദൈവം നമ്മളെ പഠിപ്പിച്ച് ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു, നിങ്ങൾക്ക് ശേഷം ഉണ്ടാകും. ഉറപ്പാണ്. നിങ്ങൾ ഇവിടുന്ന് പോയി ഇവിടുന്ന് നിൽക്കാൻ പോകുന്നില്ല. ഇതെല്ലാം അതേപോലെ ഉണ്ടാവും. നിങ്ങളുടെ തോന്നലാണ്. ഞാനില്ലെങ്കിൽ ഇതൊന്നുമില്ല, വെറും തോന്നലാണ്. അതുകൊണ്ട് പൗർണമി ദിവസം ഇനിയെങ്കിലും കണ്ണൂരുകാർ എന്ത് ചെയ്യണം? അന്ന് വേറെ ഒന്നും ഇരിക്കത്തില്ല. പറഞ്ഞ് ഒരു സബീജർ പോസ്റ്റിലെ ആൾക്ക് 2 ദിവസമായി ലീവില്ല. ഗുഡ്. അങ്ങനെ എല്ലാവരും ആ രീതിയിൽ വരുമ്പോൾ ഈ രാജ്യം തന്നെ ഉയർന്നത് കാണാം. അമേരിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങില്ല, പോടാറില്ല. അങ്ങനെയുള്ള ഭാഗ്യമുള്ളവരായി തീരാൻ സാധിക്കട്ടെ. നമുക്ക് 3 മണിയുടെ ആരാധനയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തടുത്ത പൗർണമിക്ക് സംസാരിക്കാം. ഇത് തുലാമാസത്തെ പൗർണമി എന്താ പ്രാധാന്യം ആർക്കറിയാം? തുലാമാസത്തിലെ ദക്ഷിണയാനം തുടങ്ങുന്നത് ഈ മാസം തൊട്ട്. അതാണ് ഈ മാസം ദീപാവലി ആഘോഷിക്കുന്നത്. ഇനി അടുത്ത ആഘോഷം വരിക മകരത്തിലാണ്, മകരവിളക്ക്. അത് കഴിഞ്ഞാൽ മേടത്തിലാണ്, അത് കഴിഞ്ഞാൽ കർക്കിടകത്തിലാണ്. 4 ക്വാർട്ടറാങ്കിളാണ് കേട്ടോ. പതുക്കെ പഠിക്കുക. അതുകൊണ്ട് കർക്കിടകം മോശമാണെന്നൊക്കെ പറഞ്ഞവനെ ഓടാ തുല്യെന്ന് വിളിച്ചോ. അതൊക്കെ ഏറ്റവും നല്ല ദിവസമാണ്. ബ്രാഹ്മണന്മാർ കർക്കിടകത്തിലാണ് എല്ലാം ചെയ്യുന്നത്. നിങ്ങളെ കൊണ്ട് കറുത്ത വാവിലിട്ടിട്ട് നിങ്ങളുടെ പുതുക്കളെ ഇരുട്ടിലേക്ക് ആക്കി നിങ്ങൾ ചെയ്തില്ല. അങ്ങനെയൊന്നും നിങ്ങൾ പെടാതെ നിങ്ങൾ നന്നായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പൗർണമിയിൽ നിങ്ങൾ കഴിയുന്നത്ര പ്രാർത്ഥിക്കണം. കടമുള്ളവർ കൂടുതൽ പ്രാർത്ഥിക്കണം, വിഷമമുള്ളവർ കൂടുതൽ പ്രാർത്ഥിക്കണം. ഭാര്യയും ഭർത്താവും നമ്മൾ ചേർത്തില്ലെങ്കിൽ പൗർണമിക്ക് വന്ന് ശക്തിയായി പ്രാർത്ഥിക്കണം. എങ്കിലെല്ലാം മക്കളായിട്ടുള്ള പ്രശ്നം തീരണം. എല്ലാം തീരാൻ ഏറ്റവും നല്ല സമയം ഈ 3 ഗ്രഹം നേർക്ക് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് അത് ചെയ്യണമെന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവായൂർ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ.
പതിന് സ്വാമി പതിനൂറ് ഇങ്ങനെ തുടങ്ങി മറ്റ് ആത്മബന്ധുക്കളും എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ഇന്നത്തെ പൗർണമി പ്രാർത്ഥനയുടെ മഹിമ നമുക്ക് പറഞ്ഞു തന്ന സമഗ്രത സ്വാമി പതിനൂറ് ഇങ്ങനെ തുടങ്ങിയിട്ട് ആദ്യമായി നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിച്ചു കൊടുക്കുന്നു.